വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പപ്പിയാണെങ്കിൽ ആ പ്ലെയിൻ ആണെങ്കിൽ ശ്യാമിനെ എടുത്തുകൊണ്ട് കാണിക്കുന്നുണ്ട്. അമ്മ എൻ്റെത് കറങ്ങുന്നില്ല, സത്യയുടെ ഓടുന്നുണ്ടല്ലോ, ഇത് ഓടുന്നില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ശ്യാമ അതൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നിൻ്റെ വീലൊക്കെ സ്റ്റക്കാണല്ലോ എന്ന് പറഞ്ഞ് സത്യ കളിക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ശ്യാമയ്ക്ക് വീണ്ടും അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ശ്യാമ പറയുകയാണ് സത്യാമ്മ ഇവിടെയും വേർതിരിവ് കാണിച്ചു. മനസ്സിലാണ് പറയുന്നത്, എൻ്റെ കൊച്ചിന് വില കുറഞ്ഞ പിന്നെ അഴുക്ക കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് സത്യയ്ക്കാണെങ്കിൽ വില കൂടിയ ഓടുന്ന കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു. എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്, എൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ പപ്പിയോട് പറയുന്നുണ്ട് നമുക്ക് ഇത് വേണ്ട കേട്ടോ, അച്ഛൻ വരുമ്പോഴത്തേക്ക് പുതിയത് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് വാതിൽക്കലേക്ക് അങ്ങ് എറിയുകയാണ്. അന്നേരം സത്യ ഇതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം സത്യ എഴുന്നേറ്റിട്ട് പറയുകയാണ് പപ്പി അത് ഓടുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇത് കൊണ്ടുപോയി കളിക്കാമെന്ന് പറയുമ്പോൾ പപ്പി സത്യയോടൊപ്പം പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ശ്യാമോഷയെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. ഇല്ല പപ്പി വരുന്നില്ല, എൻ്റെ മോളങ്ങനെ നാണം കെട്ട് ആരോടും കളിക്കാൻ പോകണ്ട എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. എന്നിട്ട് സത്യ പൊയ്ക്കോ എന്ന് പറയുകയാണ്, സത്യ പോയി കളിച്ചോ എന്ന് പറയുകയാണ്. എന്നിട്ട് സത്യങ്ങ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ എന്നിട്ടും വാ പപ്പി എന്ന് പറഞ്ഞ് സത്യം നിൽക്കുന്നുണ്ട്. അന്നേരം പൊയ്ക്കോളല്ലേ പറഞ്ഞത്, പപ്പി വരുന്നില്ല എന്ന് പറഞ്ഞ് ശ്യാമ ദേഷ്യപ്പെടുന്നുണ്ട്. തുടർന്ന് തറയിൽ കിടന്ന 2 ചോക്ലേറ്റ് അവരവിടെ വെച്ചിട്ടാണല്ലോ കളിക്കാനായിട്ടിരുന്നത്. അത് 2 എടുത്തിട്ട് സത്യയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ആ കൊണ്ടുവന്ന കവറും ഒക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഇതൊന്നും വേണ്ട എന്ന് പറയുകയാണ്. നീ കൊണ്ടുപോയിക്കോ, സത്യം കൊണ്ടുപോയിക്കോ, ഇറങ്ങി പോകുന്നൊക്കെ പറയുന്നുണ്ട് ആകെ ദേഷ്യത്തിൽ. അന്നേരം അമ്മ എനിക്ക് ചോക്ലേറ്റ് വേണം എന്നിങ്ങനെ പറയുമ്പോൾ മോൾക്ക് അമ്മ വേറെ വാങ്ങിച്ചു തരാം, അച്ഛനോട് പറഞ്ഞ് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് സത്യം അങ്ങ് പപ്പി അങ്ങ് പിടിച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് പോവാനല്ലേ പറഞ്ഞ് എന്തിനാ നോക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് തള്ളുന്നുണ്ട് സത്യം. എന്നിട്ട് സത്യം ഇങ്ങനെ ആകെ വിഷമിച്ച് വാതിൽക്കലേക്ക് വന്നിട്ട് ആ വാതിൽക്ക് കിടക്കുന്ന ആ പപ്പിയുടെ പ്ലെയിന് നോക്കിയിട്ട് കയ്യിലെ കവറും ചോക്ലേറ്റും ഒക്കെ ഇങ്ങനെ നോക്കി കുട്ടി വിഷമത്തോടെ നിൽക്കുകയാണ്. എന്തിനാ നോക്കി നിൽക്കുന്നത്, പോകാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് ശ്യാമ ദേഷ്യപ്പെടുമ്പോൾ സത്യം ഇങ്ങനെ ആകെ വിഷമിച്ച് പോകുന്നുണ്ട്. അന്നേരം പപ്പി വീണ്ടും പറയുകയാണ് അമ്മ എനിക്ക് ചോക്ലേറ്റ് വേണമായിരുന്നു എന്ന്. അന്നേരം ആവശ്യമില്ലാതെ വാശി പിടിച്ചാലുണ്ടല്ലോ നല്ല അടി വെച്ച് തരുമെന്ന് പറഞ്ഞിട്ട് ശ്യാമ ആദ്യം ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ പിന്നീട് സ്നേഹത്തോടെ കുഞ്ഞിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. സത്യമാണെങ്കിൽ അപ്പുറത്തേക്ക് പോയിട്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം ഭാമയാണെങ്കിൽ രാഘവൻ നായരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. രാഘവേട്ടനെ ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം എന്താ കുഴപ്പം പിടിച്ച പണിയാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പഴയതുപോലെ അബദ്ധത്തിലേക്കൊന്നും ചെന്ന് ചാടില്ല, അതുപോലെയും ചോദിക്കുകയാണ്. അന്നേരം എന്താണെങ്കിലും പറയുമെന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി പണയം വെച്ച് ബാങ്കിൽ നിന്നൊരു ലോൺ ശരിയാക്കിയിട്ടുണ്ട്, എന്നിട്ട് ആ പഴയ ചിട്ടി കമ്പനി തുടങ്ങാനായിട്ട് പോവുകയാണ്, എല്ലാം ഒന്നേന്ന് തുടങ്ങണം എന്നിങ്ങനെ 1 കൊടുത്ത് 10 ആക്കുന്ന പണം ഇരട്ടി 10 ആക്കുന്ന ആ ഒരു പഴയ ഇതിലേക്ക് സത്യഭാമ പോവുകയാണ്. സത്യഭാമയുടെ ഒരു 2ാം വരവ് എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായരുടെ ഭാവമൊക്കെ മാറുന്നുണ്ട്. രാഘവൻ നായർ ആ പഴയ ഭാമയൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പണം കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ പറഞ്ഞു വിട്ട് അടി കൊടുത്ത് പൈസ വാങ്ങിക്കുന്ന ആ ഒരു ഇതിലേക്ക് കാലത്തിലേക്ക് ഭാമയും മകനും കൂടി പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ആ പഴയ ഗുണ്ടാപിരിവിന് പോകുന്നതൊക്കെ രാഘവൻ നായർ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് രാഘവൻ നായർ പറയുന്നുണ്ട് സംഭവമൊക്കെ കൊള്ളാം, പണമൊക്കെ വന്നു ചേരും, അധികമായിട്ട് വന്നു ചേരുകയൊക്കെ ചെയ്യും, പക്ഷേ അന്നത്തെ വിഷ്ണു അല്ല ഇന്നിപ്പോൾ മുന്നിൽ നിൽക്കുന്ന വിഷ്ണു, അവന് കുറേ പരിമിതികളുണ്ട് എന്ന് പറയുകയാണ്. അവനൊരു ഭാര്യയുണ്ട്, കുടുംബമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞ് എൻ്റെ മകനല്ലാതാകുമോ, എൻ്റെ നിയന്ത്രണത്തിലല്ലാതാകുമോ, എന്നെ അനുസരിച്ച് നിൽക്കേണ്ടവൻ തന്നെയാണ്, ഞാൻ ആർക്കും അവനെ വിട്ടുകൊടുത്തിട്ടൊന്നും ഇല്ല എന്നും പറഞ്ഞ് സത്യഭാമയുടെ ഭാവമൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട്. അന്നേരം പക്ഷേ നീ അതൊക്കെ പറയുന്നത് ശരി തന്നെ, പക്ഷേ ആ ഒരു പഴയ വിഷ്ണുവിലേക്ക് പോകാനായിട്ട് അവൻ എന്തായാലും തയ്യാറാവും തോന്നുന്നില്ല. നീ അവനായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്, അവനൊരു കുടുംബവും കുട്ടിയും ഒക്കെയുണ്ട്, പിന്നെ അവൻ്റെ ഭാര്യ എന്ന് പറയുന്നത് പഴയ തട്ടുകട ശാലിനിയല്ല, ഇവിടുത്തെ ജില്ല ഭരിക്കുന്ന ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവാണ്. പിന്നെ നീ ആലോചിച്ച് പെരുമാറിയില്ലെങ്കിലുണ്ടല്ലോ നമ്മൾ മുഴുവൻ സങ്കടത്തിലാവും, വരയ്ക്കേണ്ടി തന്നെ ആകെ കഷ്ടപ്പാടിലാവും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഗുണ്ടാപിരിയുമായിട്ട് വന്നേക്കുന്നു എന്നും പറഞ്ഞ് രാഘവൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേക്കുകയാണ്. മേല ഇക്കാര്യവും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ല് എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ അങ്ങ് പോവുകയാണ്. അന്നേരം എന്നിട്ടും രാഘവൻ നായർ പറയുന്നുണ്ട് അവനൊരു കുടുംബമുണ്ട്, അവനൊരു കുട്ടിയുണ്ട്, എന്നിട്ടും അവൾക്ക് ഗുണ്ടാപിരിവ് നടത്തണം എന്ന് പറഞ്ഞ് പെറുപെറുത്തുകൊണ്ടാണ് രാഘവൻ നായർ അകത്തേക്ക് പോകുന്നത്. പക്ഷേ ഭാമയാണെങ്കിൽ ആ ഒരു പഴയ ആ ഭാമയുടെ ഭാവത്തിൽ തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അവിടെ കമലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, ഓട്ടോ സ്റ്റാൻഡിലേക്ക് ചെല്ലുകയാണ്. അന്നേരം ആശാൻ എപ്പോൾ ഇറങ്ങി, എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ നിന്നെ കാണാനായിട്ട് വന്നതാണ്, നീ തന്ന ലവ് ലെറ്റർ പരിപാടിയില്ലേ അത് ഭംഗിയായിട്ട് അങ്ങ് ഏറ്റു എന്ന് പറയുകയാണ്. അന്നേരം ആണോ എന്നും പറഞ്ഞ് കമലിനാകെ സന്തോഷത്തിലാണ്. ഈ പ്രണയം എന്ന് പറയുന്നതേ ഭയങ്കര വലിയൊരു സംഭവമാണ് ആശാനെ, അതിങ്ങനെ വിശാലമായിട്ട് പടർന്ന് കിടക്കുകയല്ലേ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട് അല്ല നീ ആണെങ്കിൽ ജയശ്രീക്ക് കൊടുത്ത ലവ് ലെറ്ററിൻ്റെ കഥ എന്തായി? അന്നേരം അതൊക്കെ പറയാം ആശാനെ, ആശാൻ ഇപ്പോൾ ആശാൻ
ആശാൻ്റെ കാര്യം പറയുമെന്ന് പറയുകയാണ്. അന്നേരം അത് ഞാനിങ്ങോട്ട് കൊടുത്തപ്പോഴേ എനിക്ക് മറുപടിയും കിട്ടി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ജോലി പോയ ഓർഡർ ഉണ്ടല്ലോ അതാണെങ്കിൽ കമലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കമലൻ വളരെ ആവേശത്തിൽ അതങ്ങോട്ട് എടുത്ത് നോക്കുമ്പോൾ ഇതെന്താ ഇംഗ്ലീഷാ, അപ്പോൾ ആശാൻ വായിക്കേണ്ടെന്ന് പറഞ്ഞാണ് മറുപടി തന്നെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ ഞാനാണെങ്കിൽ വായിച്ച് മനസ്സിലാക്കി ലവ് ലെറ്റർ കൊടുത്തപ്പോഴേ എൻ്റെ പണി അങ്ങോട്ട് പോയി എന്ന് പറയുകയാണ്. ആ രാമേട്ടനാണെങ്കിൽ തിരികെ വന്നു എന്ന് പറയുകയാണ്. അന്നേരം കമല ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന എന്തിനാ, എൻ്റെ പണിയും പോകാനാണോ എന്ന്. എൻ്റെ പണി പോയാൽ സ്വാഭാവികമായിട്ട് നിൻ്റെ പണിയും പോകുമല്ലോ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ കമലിനങ്ങ് വിഷമം വരികയാണ്. കമലിനാണെങ്കിൽ ഇങ്ങനെ ഓട്ടോയിലേക്ക് നോക്കിയിട്ട് ഓട്ടോയുടെ ചാവി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അതാണെങ്കിൽ ആകെ വിഷമത്തിൽ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും ആശാൻ്റെ ഓട്ടോശ്രീ ആണെങ്കിൽ ഞാൻ തിരികെ ഏൽപ്പിക്കുകയാണ്. പിന്നെ കുറച്ച് വിഷമമൊക്കെ ഉണ്ട്, കുറച്ച് കാലമെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നടന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ നോക്കി തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വിഷ്ണുവിന് കമലിൻ്റെ വിഷമം മനസ്സിലാവുകയാണ്. അന്നേരം നിനക്ക് നന്നായിട്ട് വിഷമമുണ്ടല്ലോടാ എന്ന് പറഞ്ഞിട്ട് കാലുമടക്കി ഒരു ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കമലിനാണെങ്കിൽ. അന്നേരം എന്നാലും കുറേ നാൾ ഞാൻ കൊണ്ട് നടന്നതല്ലേ, അമ്പലത്തിൽ കൊണ്ടുപോയി പൊട്ട് തൊടിയിക്കും മാലയിടിക്കും, ഇനി അതൊന്നും വേണ്ടല്ലോ, പിന്നെ എല്ലാ പണിയും ഓടി നടന്ന് പഠിച്ചതുകൊണ്ട് എന്ത് പണിയെടുത്ത് ജീവിക്കാമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു കമലിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ താക്കോലാണെങ്കിൽ പോക്കറ്റിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. തൽക്കാലം ഇത് നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം കമലിന് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ അപ്പോൾ ആശാനവും ചോദിക്കുകയാണ്, എൻ്റെ കാര്യമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു പോകും, ഈ ഓട്ടോ ഓടിയിട്ട് നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുകയാണെങ്കിൽ അങ്ങ് തീരട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം വിഷ്ണു പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, അല്ലടാ നീ പിന്നെ ജയശ്രീക്ക് കൊടുത്ത ആ ലവ് ലെറ്ററിൻ്റെ കാര്യം പറഞ്ഞില്ല, അത് എന്തായും ചോദിക്കുകയാണ്. അന്നേരം കമലിനാകെ ഇങ്ങനെ ചമ്മി നിൽക്കുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെ പറയുകയാണ്, അറിയണോ എന്ന് ചോദിച്ചിട്ട് ആ ഒരു സംഭവമാണെങ്കിൽ കമലൻ പറയുന്നുണ്ട്. കമലിനെ ആണെങ്കിൽ ജയശ്രീ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ആ ലവ് ലെറ്റർ ജയശ്രീക്ക് കൊടുത്തതിന് ശേഷമാണ് ജയശ്രീ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നത്. അന്നേരം എന്തിനായിരിക്കും അവൾ വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഓട്ടോ ആയിട്ട് കമലൻ ചെല്ലുന്നുണ്ട്. അന്നേരം വരും അകത്തേക്കിരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇനി അകത്ത് കയറ്റി തല്ലാനെങ്ങാണോ എന്ന് കമലൻ ചിന്തിക്കുകയാണ്. അന്നേരം ആശാനും ഏട്ടത്തിമ്മയും കൂടി വന്നിട്ട് എന്ന് പറയുമ്പോൾ അവരൊക്കെ വന്നോളും. അന്നേരം ഓട്ടോ പുറത്ത് കിടക്കുകയാണെന്ന് അതൊക്കെ അവിടെ കിടന്നോട്ടെ, അകത്ത് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, മംഗളകാരി സംസാരിക്കുമ്പോൾ അകത്തുനിന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ്. അന്നേരം കമലിനകപ്പാടെ ഒരു ടെൻഷനും പേടിയൊക്കെ ആവുന്നുണ്ട്. എന്നാലും ജയശ്രീയുടെ പിന്നാലെ കമലും ചെല്ലുകയാണ്. അന്നേരം അവരെ വീട്ടിൻ്റെ ആ ഉമ്മറത്താണെങ്കിൽ ജയശ്രീയുടെ അച്ഛനും അമ്മയും വേറൊരാളും ഉണ്ട്. അന്നേരം ഇതെൻ്റെ അച്ഛനും അമ്മയാണ്, ഇതെൻ്റെ അമ്മാവനാണ്, ഇനിയൊരു ചതി പറ്റാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അമ്മാവിൻ്റെ സാന്നിധ്യത്തിൽ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം കമലിന് സംഭവം അറിയാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ ലെറ്റർ വായിക്കുമ്പോൾ അത് പറഞ്ഞതൊക്കെ ഉള്ളതാണോ എന്ന് അറിയണമല്ലോ എന്നിങ്ങനെ ലക്ഷ്മണപിള്ള പറയുകയാണ്. അന്നേരം ജയശ്രീ ഇങ്ങനെ ടോപ്പിൻ്റെ പോക്കറ്റിൽ നിന്നും ലെറ്റർ എടുത്തിട്ട് അത് വായിക്കാൻ തുടങ്ങുകയാണ്. അന്നേരം നാറ്റിക്കല്ലേ പ്ലീസ് എന്നൊക്കെ കമലം പറയുന്നുണ്ട്. എന്നാലും വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ സുന്ദരി പെണ്ണിനെ എന്ന് പറഞ്ഞിട്ട് വായിച്ചു തുടങ്ങുകയാണ്. അന്നേരം ആദ്യമൊക്കെ ഇങ്ങനെ തന്നെയാണ് വിളിക്കുന്നതെന്നൊക്കെ അമ്മാവൻ പറയുന്നുണ്ട്. പിന്നെ ഞാൻ നിന്നെ ഒരുപാട് ഷാജഹാനെ സ്നേഹിച്ച മുംതാസിനെ പോലെ, ദുഷ്യന്തനെ സ്നേഹിച്ച ശകുന്തളയെ പോലെ എന്നൊക്കെ ഇങ്ങനെ വായിക്കുകയാണ്. അന്നേരം ഈ ദുഷ്യന്തനല്ലേ ശകുന്തള ഉപേക്ഷിച്ച് പോയതെന്ന് ഇങ്ങനെ ജയശ്രീ ചോദിക്കുമ്പോൾ അതെ അവർ ഡൈവേഴ്സ് ആയതാണ്, ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കമലം വായിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് ബാക്കി. അന്നേരം കമലിന് പെട്ടെന്നൊരു ഫോൺ വരികയാണ്. അന്നേരം ഒരു ഹോസ്പിറ്റലോട്ടം ഉണ്ടായിരുന്നു, എനിക്ക് പോകണം അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്തിട്ട് ഞാൻ ദേ എത്തി എന്നൊക്കെ കമലം പറയുന്നുണ്ട്. പക്ഷെ കമലം പോകാൻ തുടങ്ങുമ്പോൾ അവിടെ നിൽക്കി ബാക്കിയുടെ വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കമലിനെ പിടിച്ച് നിർത്തുകയാണ്. എന്നിട്ട് ബാക്കി ഇതിൽ പറയുന്ന വലിയ വീട് വാങ്ങും, കാറ് വാങ്ങും, ഒരുമിച്ച് ജീവിക്കും, സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെയാണ്. ഇതൊക്കെ ഉള്ളതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം കമലന് എന്ത് പറയണമെന്നറിയാതെ ആകപ്പാടെ ഒരു ടെൻഷനിൽ വെറലിയും വെപ്രാളും ഒക്കെ ആയിട്ട് ഒരു കോമഡി സീൻ പോലെയാണ് കാണിക്കുന്നത്. അന്നേരം വീണ്ടും ഫോൺ വരുമ്പോൾ ഒരു അറ്റാക്ക് കഴിഞ്ഞ ആളാണ്, ഒരു അറ്റാക്ക് കൂടെ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കമലാണെങ്കിൽ ഫോണും പിടിച്ചുകൊണ്ടങ്ങ് ഇറങ്ങി ഓടുകയാണ് അവിടെ നിന്ന്. എന്നിട്ട് ഓട്ടോയിൽ പെട്ടെന്ന് ചാടിയൊക്കെ കയറുന്നുണ്ട്. എന്നാലും മനുഷ്യൻ്റെ മാനം പോയി, ഇത്രയ്ക്ക് ചതി എന്നോട് വേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അന്നേരം ജയശ്രീ ആണെങ്കിൽ ലെറ്ററുമായിട്ട് ഓട്ടോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ജയശ്രീ നോക്കിയിട്ടും ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, ഇത്രയും വലിയ കൊലച്ചതി എന്നോട് വേണ്ടായിരുന്നു എന്നൊക്കെ കരുതിയിട്ട് പെട്ടെന്ന് ഓട്ടോ എടുത്ത് കമല സ്ഥലം വിടുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ ജയശ്രീ പക്ഷേ ആ ലെറ്റർ ഇങ്ങനെ വായിക്കുന്നുണ്ട്. കമലൻ അതിൽ നിന്ന് പറയുന്നത് പോലെ എൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ലെറ്റർ വായിക്കുമ്പോൾ ജയശ്രീയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. അന്നേരം അവിടെ അമ്മയും അമ്മാവനും അച്ഛനും കൂടി പറയുന്നുണ്ട്, ഇവന്മാരൊക്കെ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യാമെന്നും പറഞ്ഞ് അവരിങ്ങനെ വഴക്കം പറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം ഇതൊക്കെ കമലിനാണെങ്കിൽ വിഷ്ണുവിനോട് പറയുന്നതാണ്. അന്നേരം വിഷ്ണു തലയറിഞ്ഞ് ചിരിക്കുകയാണ്, അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് പോകില്ലായിരുന്നു, അവൻ്റെ ഒരു നിപ്പ് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഓട്ടോയിൽ ഇങ്ങനെ ചാരി തടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ കമലം നിൽക്കുകയാണ്. കള്ളക്കാമുക എന്നൊക്കെ പറഞ്ഞിട്ട് തോളി തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ. അന്നേരം പിന്നെ കമലിന് ആ ചിരിയും വരുന്നുണ്ട്, ആ പടം ഒരു നാണിച്ച് നിൽക്കുകയാണ്.
ഇതേ സമയം ശ്യാമയാണെങ്കിൽ ബാൽക്കണിയിൽ രോഹിത് ഇരുന്ന് ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്ലെയിൻ കൊണ്ടുവന്ന് രോഹിത്തിൻ്റെ മുന്നിലേക്ക് എറിയുന്നുണ്ട്. അന്നേരം ഇതെന്തിനാ നീ വലിച്ചെറിയുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഉപയോഗശൂന്യമായ സാധനങ്ങൾ വലിച്ചെറിയുകയാണ് സാധാരണ പതിവ് എന്ന് പറയുമ്പോൾ ഇത് പപ്പിമോളുടെ പ്ലെയിൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. അന്നേരം പറഞ്ഞിട്ട് ഇത് പിന്നെ കേടായ സാധനമാണ്, എൻ്റെ മോൾക്ക് സത്യമ്മ വാങ്ങിച്ചു കൊടുത്തതാണ്, അത് കേടായ സാധനമാണെന്ന് പറയുമ്പോൾ സത്യം ഓടിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്നിങ്ങനെ രോഹിത് പറയുന്നുണ്ട്. അന്നേരം പറയുകയാണ്, ശ്യാമ പറയുന്നുണ്ട് സത്യാമ്മ 2 പ്ലെയിൻ വാങ്ങിച്ചു കൊണ്ടുവന്നു, അതിൽ ഒന്നാണെങ്കിൽ സത്യയ്ക്ക് കൊടുത്തു, സത്യയ്ക്ക് നല്ലത് കൊടുത്തു, എൻ്റെ മോൾക്ക് അഴുക്ക കൊടുത്തു. ഇത് ഓടണമെങ്കിലേ നമ്മളും കൂടെ ഓടണം. അവർക്കാണെങ്കിൽ രോഹിത്തിന് പിന്നെ ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, വിഷ്ണുവേട്ടൻ പോയി ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനാണെങ്കിൽ ഇവിടെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക, എനിക്ക് കളക്ടറേറ്റിൽ ജോലിയൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, മോളുടെ കളിപ്പാട്ടത്തിന് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നതാണോ നീ ഇത്രയും കഥകൾ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ വേർതിരിവിനെ സഹിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീട് തിരികെ വാങ്ങിച്ചു കൊടുത്തത് ആർക്ക് വേണ്ടിയാ എന്ന് ചോദിക്കുന്നുണ്ട്. വല്ലവരും അടി ഇടിയൊക്കെ കൊണ്ടല്ലേ രോഹിത്തിൻ്റെ പേരിലേക്ക് ഇത് മാറ്റിയത്. എന്നിട്ട് രോഹിത് ഒരു മടിയും കൂടാതെ അച്ഛൻ്റെ പേരിലേക്ക് എഴുതി കൊടുത്തു. എന്നിട്ടിപ്പോൾ ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് ശ്യാമ ചൂടാവുകയാണ്. അന്നേരം നമ്മളെല്ലാവർക്കും കൂടി താമസിക്കാനല്ലേ എന്നിങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ആരൊക്കെയാ പറ രോഹിത് എന്ന് പറയുമ്പോൾ ഞാനും സത്യാമ്മയും പപ്പിമോളും നീയും നിൻ്റെ കുഞ്ഞേച്ചിയും പിന്നെ വിഷ്ണു പ്രോയും എന്ന് പറയുകയാണ്. അന്നേരം അതിന് വേണ്ടിയിട്ടാണോ നമ്മളിതെല്ലാം സഹിച്ചത്? അവർ താമസിക്കുന്നത് പോട്ടെ, പക്ഷേ അതിനൊരു നന്ദിയെങ്കിലും നമ്മളോടുണ്ടോ? ഈ വേർതിരിവൊക്കെ എന്തിനു കാണിക്കുന്നു എന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ നീ നിൻ്റെ കുഞ്ഞേച്ചിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശ്യാമ അവിടെ മനസ്സിലാക്കുന്നില്ല, സത്യാമ്മയുടെ മകനും ഭാര്യയും അല്ലേ അവർക്ക് അവിടെ താമസിക്കുന്നതെന്നൊക്കെയാണ് ശ്യാമ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുന്നതൊക്കെ. എന്നിട്ടും പറയുന്നുണ്ട് ഇത് എനിക്കിനി സഹിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നൊരു മോചനം എനിക്ക് കിട്ടിയേ തീരൂ എന്നൊക്കെ ഇങ്ങനെ എന്നെ അപമാനിക്കുന്നത് പോയിട്ട് നമ്മുടെ മോളെയൊക്കെ അപമാനിക്കുന്നത് സഹിക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമ ആകെ അങ്ങ് സങ്കടത്തിലാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, ശ്യാമ നീ ഒരു കാര്യം ആലോചിക്കണം, ഇത് സഹിച്ചും ക്ഷമിച്ചും ഒക്കെ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് പോകുമെന്നാണ് നീ കരുതുന്നത് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവരാരും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ, എനിക്ക് മോൾക്ക് ഭക്ഷണം കഴിക്കുകയും കിടക്കുകയും ഒക്കെ വേണ്ടേ, അതിനെന്ത് വഴിയാണ് രോഹിത് കണ്ടെത്തിയിരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അന്നേരം ഭാവിയിലേക്കുള്ള ഒരു വഴി ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്, ദുബായിലേക്ക് ഒരു വിസ, അത് 2 മാസത്തിനകം ശരിയാവും, അതുവരെ ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ എന്ന് പറയുകയാണ്. അന്നേരം 2 മാസമോ ഇവിടെയോ അതൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം അത് നിൻ്റെ മിടുക്ക് പോലെ ഇരിക്കും. ഞാൻ സത്യാമ്മ എന്തും പറയുമ്പോഴും ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ ഒരുപാട് തെറ്റ് സത്യാമ്മയോട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് സ്നേഹം കൊണ്ട് സത്യാമ്മയെ കീഴടക്കാനേ സാധിക്കുകയുള്ളൂ. അവരോട് ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തമാണ് 2 മാസം നമ്മളിവിടെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുക എന്നുള്ളത്, അല്ലാതെ വേറൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇവിടെ നിന്നേ മതിയാകൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് രോഹിത് അങ്ങ് പോവുകയാണ്. അന്നേരവും ശ്യാമ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. കേട്ടോ അവരുടെ ഒരു കളിപ്പാട്ടം എന്ന് പറഞ്ഞിട്ട് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് താഴേക്ക് പ്ലെയിൻ എടുത്ത് എറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്യാമയ്ക്ക് അവരെവിടെ നിന്ന് പോകണമെന്നല്ല, ശ്യാമയ്ക്കും രോഹിത്തിനും അവിടെ നിന്ന് പോയാലും മതി, അങ്ങനെ ഒരു നിലപാട് മോൾക്കും രോഹിത്തിനും ശ്യാമയ്ക്കും പപ്പിക്കും കൂടി മാറി താമസിച്ചാലും മതി, അങ്ങനെ ഒരു നിലപാട് തന്നെയാണ് ശ്യാമയുടെ മനസ്സിലുള്ളത്. അതൊക്കെ എന്താകും എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. പഴയ ചിട്ടി പരിപാടിയൊക്കെ സത്യമായി തുടങ്ങുമ്പോൾ ശാലിനിയുടെ നിലപാട് എന്താണ് എന്നുള്ളതൊക്കെ അറിയാം. ഓക്കെ, താങ്ക് യു.